നമുക്കിന്ന് ചൗരി വെച്ചിട്ട് നല്ലൊരു പായസം തയ്യാറാക്കിയാലോ. ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് ശർക്കരപ്പാനിയാണ്. 50 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് അലിയിച്ചെടുത്തതാണ്. അലിയിച്ചതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരി ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ നേരം കുതിർത്തെടുത്ത ചൗരിയാണ്. ചൗരിയെല്ലാം നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനിയെല്ലാം നന്നായി ഒന്ന് കുറുകി വരണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശർക്കരപ്പാനിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും ശർക്കരപ്പാനി നന്നായി ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി തന്നെ കുറുകി കിട്ടണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടണം. തണുത്ത് കഴിയുമ്പോൾ ചൗരിയെല്ലാം നന്നായി ഒന്നുകൂടി ഒന്ന് കുതിർന്ന് കിട്ടും. ഇത്രയും മതിയാകും. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ അളവിലാണ് ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത്. നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ചെറിയ പഴമാണ്. പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഴമൊന്നും വെന്ത് പോകരുത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും മതിയാകും. ചൗരി വെച്ചിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്